നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഒരു പയൽ റീഡിംഗ് ആണ്. അടുത്ത 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ശുഭകാര്യം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിലേക്ക് ചില സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ പണമായിട്ടുള്ള സഹായമായിരിക്കാം, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം, അതേപോലെ തന്നെ വാക്കുകളിലൂടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ ചില സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്സുള്ള, പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന, അതേപോലെ തന്നെ പല കാര്യങ്ങളും സഹിക്കാനായിട്ട് മനസ്സുള്ള വ്യക്തികളാണ്. എന്നാൽ നിങ്ങൾ ചെയ്ത അത്തരം സഹായങ്ങൾക്കും ത്യാഗങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്നും ഒരു പിന്തുണയോ അല്ലെങ്കിൽ ഒരു കരുതലോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങളെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നു, എന്നാൽ നിങ്ങൾ കൊടുത്തതിൻ്റെ പകുതി പോലും തിരികെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പലതും മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, ഈ ഒരു സമയം ചില സഹായങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ടെന്ന്. ഒരുപക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ചില സാമ്പത്തിക സഹായങ്ങളോ അല്ലെങ്കിൽ ജോലിക്കുള്ള അവസരങ്ങളോ കൂടാതെ മാനസികമായിട്ട് ഒരു പിന്തുണയോ ഒക്കെ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മുൻപ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും പുതിയൊരു ജോലി ലഭിക്കുന്നുണ്ട്, പലരും പുതിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, പലർക്കും പുതിയ ഒരു ബന്ധം കിട്ടുന്നൊക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഏറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു മാനസിക സമാധാനം പലർക്കും വന്നു ചേരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റ് വ്യക്തികളുമായിട്ടോ ഒക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ പരസ്പരം മിണ്ടാതിരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവുന്നുണ്ട്. വീണ്ടും നിങ്ങൾക്കിടയിൽ സന്തോഷവും സഹായവും പരസ്പര പിന്തുണയുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ദൈവാനുഗ്രഹം, ഭാഗ്യം ഇവയൊക്കെ വളരെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഇരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിലേക്ക് പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ പലതിലും ഒരു തുടക്കം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ പ്രപഞ്ചത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. ആ ഒരു വിശ്വാസമാണ് ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും പിന്നിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും. ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ട് ചെറിയൊരു പുരോഗതി വന്ന് ചേരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന വ്യക്തികളുടെ പിന്തുണ കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളുടെ മനസ്സ് ഏറെ നാളായിട്ട് കാത്തിരുന്ന ഏതോ ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, സാമ്പത്തികം,
അങ്ങനെ നിങ്ങൾ ഏറെ നാളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തിന് നല്ലൊരു ഫലം വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരു ഫോൺ കോളിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടുള്ള സംസാരത്തിലൂടെയൊക്കെ ആ ഒരു വാർത്ത നിങ്ങളെ തേടി എത്തുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ ഇവിടെ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് മുന്നേറി വന്നിട്ടുള്ള ആളുകളാണ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടിയതല്ല, മറിച്ച് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ്. ഇവിടെ ചെറിയ അവസരങ്ങളെപ്പോലും വിലമതിച്ച് കാണുകയും അതിൽ നിന്നും പഠിച്ച് അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തി ജീവിതം എങ്ങനെയും മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിലെ ഇത്തരം സ്വഭാവം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കൂടുതൽ ഉയർച്ചയിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ സമീപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ചില സത്യങ്ങൾ വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് ഉള്ളതെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമോ തെറ്റിദ്ധാരണയോ ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സത്യത്തെ തിരിച്ചറിയാതെ മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന ഒക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ സത്യം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒക്കെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്ന് ചേരാനുള്ള ചില വഴികളൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തികം വന്ന് ചേരുന്നതാവാം, അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾ ആർക്കെങ്കിലും കടമായിട്ട് കൊടുത്തിട്ടുള്ള പണം അവർ തിരികെ നൽകുന്നതാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ സാമ്പത്തികം ഉണ്ടാവുന്നതാവാം. അതേപോലെ തന്നെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മുന്നിലുള്ള ഏതൊരു തടസ്സത്തെയും നേരിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇനി തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധതയും നീതിയും പാലിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയാൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ പുരോഗതി ഉണ്ടാവുന്ന പുതിയ അവസരങ്ങൾ വന്ന് എത്തുന്ന ഒക്കെ ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വന്ന് ചേരുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.